ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ബെഹ്റിലെ ഒരു പച്ചക്കറിത്തോട്ടം കാണാനാണ് പോകുന്നത്. ഇവിടെ കണ്ടോ, എന്തൊരു രസാ, ശരിക്കും നമ്മുടെ നാട് തന്നെ. ഇവിടെ നല്ല ഓർഗാനിക് ഫാർമിംഗ് ആണ്. ഇവിടെ ഞങ്ങൾക്ക് കുറേ മുരിങ്ങമരവും കാണാൻ പറ്റി. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ നല്ല സുഖ. ഇവിടെ ഇങ്ങനെ ഒത്തിരി കൃഷിയിടങ്ങളുണ്ട്. ഇതിലങ്ങനെ മുരിങ്ങയ്ക്കൊന്നുമില്ല, എന്താ പറഞ്ഞാൽ എൻ്റെ സീസണൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വേറൊരു സൈഡിൽ മൊത്തം പച്ചപ്പാണ്. ഇവിടെ മല്ലിയില കൃഷിയാണ് നടത്തുന്നത്. കുറച്ചും കൂടെ മുമ്പിലേക്ക് നടക്കുമ്പോൾ നമുക്ക് ഇവിടെ മൊത്തം പാലക്ക് കാണാം. ഇവിടെ ഒരുപാട് പേര് ലീഫി വെജിറ്റബിൾസ് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടു. ഈ ഒരു ഏരിയ മുഴുവനും ടൊമാറ്റോ പ്ലാന്റ്സ് ആണ്. എല്ലാം റോ ആക്കി നല്ല രസമായിട്ട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇത് കണ്ടോ, ഇവിടെ മൊത്തം പപ്പായ കൃഷിയാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾക്ക് കുറേ പപ്പായ കാണാം. ഇവിടെ മുഴുവനും കുഞ്ഞ പൈപ്പ് ലൈൻസ് ഉണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ചെടികളൊക്കെ നനയ്ക്കാനാണ്. ഇത് കണ്ടോ മൾബറി, ഇത് പാകമായി നിൽക്കുക. ഈ ബോക്സ് കണ്ടോ, ഇതിൽ മൊത്തം കുഞ്ഞു ചെടികളാണ്. നിങ്ങൾ ഇവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പാടത്തോടെ നടക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പ. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഡേറ്റ് പാമും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബെഹ്റിലെ ക്ലൈമറ്റിന് പെട്ടെന്ന് പിടിക്കുന്നതാണ് ഈ ചീരയും തക്കാളിയും. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയാ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒത്തിരി ഹണി ബീ കണ്ടു. ഇനി ഒരു സൈഡിലേക്ക് പോകുമ്പോൾ മൊത്തം സലാഡിന് യൂസ് ചെയ്ത ലീവ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ പാലൊക്കെ ഒത്തിരി ഉണ്ട്. ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഒരു 8 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്കും കുറേയൊക്കെ വെജിറ്റബിൾസ് ഒക്കെ കാണാൻ പറ്റും. കാരണം ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ കഴിഞ്ഞതേ ഉള്ളൂ. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് തൊട്ട് ഒരു ഫെബ്രുവരി വരെയൊക്കെ വിന്റർ. ഇതൊരു സൈലന്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് എനിക്കും കാണുന്ന സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ വൈറ്റ് കളർ ആയിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന മൊത്തം സലാഡ് ലീവ്സ് ആണ്. ഓരോ ടൈപ്പ് ലീവ്സും പ്രത്യേകമായിട്ട് നട്ടു വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഏരിയ മുഴുവനും നമുക്ക് മിന്റ് ലീവ്സ് കാണാം. ഇവിടെ ഒത്തിരി ജോലിക്കാരുണ്ട്. അവരെല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ ബിസിയാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പാടത്തു നിന്നുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ചില ഫ്രൂട്ട്സ്
വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ചു. കർബാബാദിൽ തന്നെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. അവിടെ കുറേ ആൾക്കാർ ഹോഴ്സ് റൈഡിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പം ഈ ബീച്ചിൽ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ഇട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.